അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയതിനു പിന്നാലെ തന്നെ വമ്പൻ സൗരോർജ്ജ പദ്ധതിയുടെ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ 1 കോടി ഭവനങ്ങളിലാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രകാരമുള്ള സോളാർ പദ്ധതി നടപ്പാക്കുക. അനുദിനം വർദ്ധിച്ചുവരുന്ന രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 2014 പ്രഖ്യാപിച്ച പുരപ്പുറ സൗരോർജ്ജ പദ്ധതി പൂർണ്ണമായും ലക്ഷ്യം നിറവേറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈയൊരു കുറവ് കൂടി പരിഹരിച്ച് ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് വിലയിരുത്തൽ. ഇടത്തരം പാവപ്പെട്ട കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഉപകാരപ്പെടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കൂടാതെ അധിക വൈദ്യുതി ഉൽപാദനത്തിലൂടെ വരുമാനം നേടാനും ഈ പദ്ധതിക്ക് കീഴിൽ അവസരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദേശീയ തലത്തിൽ പ്രചാരണം നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഊർജ്ജരംഗത്ത് രാജ്യം സ്വയം പര്യാപ്തത നേടാനും സഹായിക്കും. പ്രഥമ മോദി സർക്കാർ ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഇത്. രാജ്യത്തെ പാർപ്പിട മേഖലയിൽ മേൽക്കൂര സോളാർ പദ്ധതികളുടെ സ്ഥാപിത ശേഷി വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായവും വൈദ്യുത വിതരണ കമ്പനികൾക്ക് ആനുകൂല്യം നൽകുന്നു. 2022 പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ 40,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ലക്ഷ്യം. എന്നാൽ പുരപ്പുറ സോളാർ പദ്ധതിയിൽ കൽപ്പിക്കപ്പെട്ട ലക്ഷ്യം പൂർണ്ണമായും നിറവേറ്റാൻ സാധിച്ചില്ല. ഇതിനെ തുടർന്ന് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമിടുകയും കാലാവധി 2026 നീട്ടുകയും ചെയ്തു. ഇതിനോടൊപ്പം പുരപ്പുറ സോളാർ പദ്ധതിയിൽ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി 23% ഉയർത്തി. അപേക്ഷാ നടപടിക്രമം ലളിതമാക്കി. 3 കിലോവാട്ട് ഉൽപാദന ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കുള്ള സബ്സിഡി 43,764 രൂപയിൽ നിന്നും 54,000 രൂപയായി വർദ്ധിപ്പിച്ചു.